ഞാനിപ്പോൾ ഈ എൻ്റെ കല്യാണം സുഖോട്ടൻ ഞങ്ങളുടെ ഒരു കല്യാണ ജീവിതം തുടങ്ങിയത് 3 ആഴ്ച കഴിഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവസാനിച്ചിട്ടൊന്നുമില്ല. അതിനുശേഷം എത്ര പേര്, നമ്മുടെ പ്രിയപ്പെട്ട ജയറാമും പാർവതിയും കൂടെ, അശ്വതി ഇതാണ് പാർവതിയുടെ പേര്. അശ്വതിയുടെ അമ്മയൊക്കെ എനിക്കറിയാം, കാരണം എൻ്റെ വല്യമ്മയായിട്ട് പണ്ട് തിരുവല്ല സ്കൂളിൽ ജോലി ചെയ്യുകയൊക്കെ ചെയ്തതാണ്. അപ്പോൾ അന്ന് പൂജപ്പുരയാണ്ട പിന്നെ ആ ഭാഗത്താണ് പൂജപ്പുരയല്ല, സോറി, ആ തിരുമല കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ. അപ്പോൾ അവർ ഇതുപോലെ സിനിമയിൽ അഭിനയിച്ച് പ്രേമിച്ച്, സത്യത്തിൽ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ജയറാം കല്യാണം കഴിച്ചു എന്ന് അറിയുന്നത് തന്നെ. അങ്ങനെ എന്തിനാ പറഞ്ഞത്, നമ്മുടെ ബിജുമേനെ കണ്ടാൽ നമുക്ക് ആർക്കെങ്കിലും തോന്നുമോ പ്രേമിച്ച് കല്യാണം കഴിച്ചു, കല്യാണമൊക്കെ കഴിച്ചു എന്ന്? അപ്പോൾ ബിജുമേന് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള നടനാണ് കേട്ടോ ബിജുമേന്. ഞാൻ എപ്പോഴും എൻ്റെ മോനോട് പറയാം, അവർ തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ബിജുമേനോൻ സംയുക്തയും കൂടെ കല്യാണം കഴിച്ചത്, അതും കുറച്ച് കഴിഞ്ഞാൽ അയ്യോ എപ്പോൾ ഒക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അവസാനം ജനുവരി കല്യാണം കഴിഞ്ഞ ലരയുടെ കല്യാണം വരെ നമ്മളൊക്കെ അറിയുന്നത് മാർച്ചിലാണ്. അപ്പോൾ ഇത് സുകുമാരൻ സാറ് 3 ആഴ്ച ഒളിച്ചു വെച്ചു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ 2-3 മാസമായിട്ട് മാറി. ഇത്രയേ ഉള്ളൂ അതിൻ്റെ വ്യത്യാസം. അപ്പോൾ ഇതൊക്കെ സർവ്വസാധാരണമാണ്. 2 പേര് തമ്മിൽ ഇഷ്ടപ്പെട്ടു, അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ കുറച്ച് കൂടുതൽ സമയമെടുക്കും, സംസാരിക്കും. ഇപ്പോൾ പഴയതുപോലെയല്ല, കുറേ കൂടെ അവർ തുറന്ന് കാര്യങ്ങൾ സംസാരിച്ച് എങ്ങനെയാണ് നമ്മുടെ ജീവിതം. പക്ഷേ എനിക്ക് ഇതുപോലെയുള്ള കുട്ടികളോടൊക്കെ പറയാനുള്ളത് ഒറ്റ കാര്യമേ ഉള്ളൂ. കാരണം നിങ്ങളുടെയൊക്കെ ഭാര്യമാർ വീട്ടിലിരുന്ന് ഭംഗിയായിട്ട് കുഞ്ഞുങ്ങളുടെ കാര്യം നോക്കുമ്പോഴാണ് ഈ കുട്ടികളുടെ ഒരു ബേസിക് കാര്യങ്ങൾക്കുള്ളൊരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആവുന്നത്. 2 പേരും അങ്ങ് പോയി കഴിയുമ്പോൾ അതുപോലെ അത് ഈവൻ സംയുക്തയെ പോലൊക്കെയുള്ള നല്ല ആർട്ടിസ്റ്റുകൾ അപ്പാടെ ഫീൽഡിൽ നിന്ന് മാറി നിന്നത് എനിക്ക് മനസ്സിലാവുന്നത് എന്താണെന്നുള്ളത്. കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി എന്ന് പറഞ്ഞാൽ വലിയ പ്രധാനപ്പെട്ടൊരു സംഭവമാണ് അല്ലേ. പാർവതി എന്തോരം നല്ല അഭിനേത്രിയാണ്. ഇനിയും വേണമെങ്കിൽ പോകാം, കാരണം കുട്ടികളൊക്കെ ഇപ്പോൾ കാളിദാസും മോളും ഒക്കെ അങ്ങ് വലിയ കുട്ടികളായി. പക്ഷേ അന്നൊക്കെ ഇത് എല്ലാ അമ്മമാരുടെ മനസ്സിൽ തോന്നുന്നൊരു കാര്യമാണ്, അയ്യോ എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, ഇവരെ നന്നായിട്ട് നല്ല സ്കൂളിൽ പഠിപ്പിച്ച് മിടുക്കരാക്കി എടുക്കണം എന്നൊരമ്മയ്ക്ക് തോന്നുന്നെങ്കിൽ അതാണ് യഥാർത്ഥ ഗൃഹനാഥ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കിപ്പോഴും പറയാനുള്ളത് അല്ലേ, കല്യാണവും നല്ല സുഖകരമായ ജീവിതം, ദാമ്പത്യം, ഇതൊക്കെ പ്രധാനമാണ് ജീവിതത്തിൽ. പക്ഷേ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പം ഈ ഓടി നടക്കുന്ന അച്ഛൻ തന്നെ വന്നിരുന്ന് നോക്കണം എന്ന് പറയുന്നതിനകത്ത് കുറച്ചൊരു അർത്ഥമില്ലായ്മയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 5-6 വയസ്സ് ആകുന്നിടം വരെയുള്ള കാര്യങ്ങളെങ്കിലും അമ്മമാർ ശ്രദ്ധിക്കുക. എനിക്കത് ഈ പറഞ്ഞിട്ട് എൻ്റെ ചിന്ത അങ്ങനെയൊക്കെയായിരുന്നു. എപ്പോഴും ഈ ആശുപത്രി കൊണ്ടുപോവുക, നമ്മൾ കണ്ടിട്ടില്ല, എപ്പോൾ നോക്കിയാലും ആൻറ്റിബയോട്ടിക്സ് പൊടി വാങ്ങിച്ച് കലക്കി കൊടുക്കുന്ന അമ്മമാരെ കണ്ടിട്ടുണ്ട്. വയ്യ, ചുമ, അത് കഴിയുന്നത് ഒരു ബേസിക് ഹെൽത്ത്, ആ ഒരു ഫൗണ്ടേഷൻ ഉണ്ടല്ലോ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം, അത് ആ ചെറുപ്പകാലത്താണ് ഒരു 6-7 വയസ്സ് വരെ ആശുപത്രികളിൽ കൂടി നടന്ന് കൊണ്ടുപോയി വലിയ ഈ മരുന്ന് സേവ കൊച്ചിലെ ചെയ്യാതിരിക്കുക. അവരുടെ ആരോഗ്യം നമ്മൾ നോക്കിയാൽ മതി. ഒരു ശകലം മഴ നനഞ്ഞോ തലയൊക്കെ ഒന്ന് തോർത്തി അത് നല്ല ഭംഗിയായിട്ട് ഒരു ഇച്ചിരി ഭസ്മോ രാശനാദിപ്പൊടിയോ ഒക്കെ, അതൊക്കെ പഴയ കാലത്തെ സംഭവങ്ങളാണെങ്കിലും അതിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ അമ്മ പറയാം, മഴ നനഞ്ഞെന്ന് തോന്നും മോളെ, ഇച്ചിരി രാശനാദിപ്പൊടി എടുത്ത് ഉച്ചയിലൊന്ന് തിരുമിക്കുകയെന്ന് പറയും. അന്നത് വലിയ കാര്യമായി. ഇപ്പോൾ ഉടനെ നേരെ അങ്ങ് മഴ നനഞ്ഞു തുമ്മി അങ്ങ് നേരെ ക്ലിനിക്കിൽ കൊണ്ടുപോവുക, എന്തെങ്കിലുമൊക്കെ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ വീട്ടിലിരുന്ന് കുഞ്ഞുങ്ങളെ നോക്കുന്ന അമ്മമാരെ എനിക്ക് ബഹുമാനമാണ്. അവർ കുട്ടികൾ വളർന്നു വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് ജോലിയും സ്വീകരിക്കാം. പഴയതുപോലെ അഭിനയമാകാം, ഇനി പുതിയ വല്ല ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ അതാകാം. കാരണം നമുക്കിപ്പോൾ മനസ്സിന് സമാധാനമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായി എന്നുള്ള ഒരു സമാധാനമുണ്ട് അല്ലേ. അപ്പോൾ തുടർന്നും ഞാൻ പറയുന്നത് അതാണ്, വിവാഹം, ദാമ്പത്യം എല്ലാം അങ്ങേ അറ്റത്തെ തൃപ്തികരമായ രീതിയിൽ, സന്തോഷകരമായ രീതിയിൽ കൊണ്ടുപോകണം. ഒപ്പം മക്കളെ കൂടെ നിർത്തണമെങ്കിൽ അമ്മമാരുടെ ഒരു പ്രത്യേക ശ്രദ്ധ തീർച്ചയായിട്ടും വേണം, അത് യാതൊരു സംശയമില്ല.